ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 8 ആണ്, ഓർഡിനറി ഓക്സിലിയറി. ഓക്കെ, എന്താണ് ഓക്സിലിയറി എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഓക്സിലിയറി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഓക്സിലിയറി വേർബ്സ് എന്ന് പറയാം, ഓക്സിലിയറി എന്ന് പറയാം, ഓക്സിലിയറി വേർബ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഓക്സിലിയറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയാൻ പറ്റും. ഓക്സിലിയറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് ടോട്ടൽ ഓക്സിലിയറി വരുന്നത് 24 ഓക്സിലിയറി ആണുള്ളത്. ടോട്ടൽ വരുന്നത് 24 ഓക്സിലിയറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് സ്പെല്ലിംഗ് തന്നെ പഠിച്ചു പോയിക്കോളൂ. ആദ്യം AUXILIARY നമ്മൾ പറയാം ഓക്സിലറി എന്നാണ് നമ്മൾ പറയാറ്. നോർമലി നമ്മൾ പറയുമ്പോൾ ഓക്സിലറി, അങ്ങനെയല്ല ഓക്സിലിയറി എന്നാണ് പറയേണ്ടത്, ഓക്സിലിയറി. ഓക്കെ, അപ്പോൾ ഓക്സിലിയറി വേർബ്സ് നമ്മൾ പറഞ്ഞു 24 എണ്ണം ഉണ്ട്. ഈ ഓക്സിലിയറി വേർബ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓർഡിനറി ഓക്സിലിയറി ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ ഓക്സിലിയറി ഉണ്ട്. മനസ്സിലായല്ലോ? ഓർഡിനറി ഉണ്ട്, മോഡലും ഉണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓർഡിനറി ഓക്സിലിയറി ആണ്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട് ഓർഡിനറി ഓക്സിലിയറി? ഓർഡിനറി ഓക്സിലിയറി എന്ന് പറയുന്നത് 11 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ മോഡൽ ഓക്സിലിയറി എന്ന് പറയുന്നത് 13 എണ്ണം ഉണ്ട്. ഓക്കെ, സ്പെല്ലിങ് നോക്കുക, ഓർഡിനറി ഓക്സിലിയറി എന്നാണ് സ്പെല്ലിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എഴുതേണ്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടി വരുന്ന സമയത്തൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്സിലിയറി 11 എണ്ണമാണുള്ളത്. ഇനി മോഡൽ ഓക്സിലിയറി 13 എണ്ണമാണുള്ളത്. ഇനി മോഡലിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കേ. സാധാരണ നമ്മളോട് ചോദിക്കണം മോഡലിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും MODEL, മോഡൽ എന്ന് പറയും. പക്ഷേ ഈ മോഡലിൻ്റെ സ്പെല്ലിംഗ് MODAL ആണ്. ഓക്കെ, ഇപ്പോൾ മോഡൽ ഓക്സിലറിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 11 എണ്ണമുള്ള ഓർഡിനറി ഓക്സിലിയറി ആണ്. നമുക്ക് ഓർഡിനറി ഓക്സിലറി ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ് ആൻഡ് ഹാസ്, ഹാവ്, ഹാഡ്. ഇത്രയുമാണ് ഓർഡിനറി ഓക്സിലിയറി. നമ്മൾ പറഞ്ഞു 11 എണ്ണമാണുള്ളത്. ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഈസിൻ്റെ അർത്ഥവും ആമിൻ്റെ അർത്ഥവും അതേപോലെ തന്നെ ആറിൻ്റെ അർത്ഥവും സെയിം ആണ്. ഈസ്, ആം, ആറ്, ഇത് മൂന്നിൻ്റെ അർത്ഥവും സെയിം ആണ്. എന്താണ് അർത്ഥം വരുന്നത്? ആകുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ആകുന്നു. ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും അർത്ഥം വരുന്നത് ആകുന്നു. അല്ലെങ്കിൽ എന്ത് പറയും? ആകുന്നു അല്ലെങ്കിൽ ആണെന്ന് പറയാം കേട്ടോ. ആണ്, ആകുന്നു അല്ലെങ്കിൽ ആണ്. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം വരുന്നത് ആകുന്നു അല്ലെങ്കിൽ ആണെന്നാണ്. ഇനി വാസും വേറെന്ന് പറഞ്ഞാൽ എന്തുട്ടാണ്? വാസ് എന്ന് പറഞ്ഞാലും വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തിൻ്റെ പാസ്റ്റാണ്? ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും പാസ്റ്റ് ഫോമാണ്. പാസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അർത്ഥം വരുന്നത് ആയിരുന്നു, ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈസ്, ആം, ആർ അർത്ഥം ചോദിച്ചാൽ നിങ്ങൾ പറയണം ഈസ് ആകുന്നു, ആം ആകുന്നു, ആർ ആകുന്നു അല്ലെങ്കിൽ ആണ്. ഈസ്, ആം, ആർ ആകുന്നു അല്ലെങ്കിൽ ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണ് വാസ് വേറിൻ്റെ അർത്ഥം എന്നിട്ടാണ്? വാസ് എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡുകൾ നോക്കിക്കേ. ഡു എന്ന് പറഞ്ഞാലും ഡസ് എന്ന് പറഞ്ഞാലും ചെയ്യാറുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ട്. ഡൂവിനും ഡസ്സിനും സെയിം മീനിങ് ആണ്, ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഡൂവും ഡസ്സും? രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്, അങ്ങനെയാണെങ്കിൽ ഒരു വേർഡ് പോരെ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണോ എന്നുള്ളതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യാറുണ്ട്. ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു. ഡിഡ് പറഞ്ഞാൽ ചെയ്തു. ഇനി ഹാസിൻ്റെയും ഹാവിൻ്റെയും അർത്ഥം വരുന്നത് ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഹാസിനാണെങ്കിലും ഹാവിനാണെങ്കിലും അർത്ഥം വരുന്നത് ഉണ്ട്. ഇനി ഹാഡിൻ്റെ അർത്ഥം എന്തുട്ടാ? ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമപ്പ് ചെയ്ത് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഓക്സിലിയറിയെ കുറിച്ചിട്ടാണ്. ഓക്സിലിയറി എന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ളത് ഓക്സിലിയറി വേർബ്സ് എന്നാണ്. അതിൻ്റെ തന്നെ വേറൊരു പേരാണ് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ 24 ഓക്സിലിയറി വേർബ്സ് ഉണ്ട്. അതിൽ ഓർഡിനറി ഓക്സിലിയറി വരുന്നത് 11 എണ്ണമാണ്. മോഡൽ ഓക്സിലിയറി വരുന്നത് 13 എണ്ണമാണ്. ഓർഡിനറി ഓക്സിലിയറി ആണ് ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് നോക്കാം. ഈസ്, ആം, ആർ മീനിങ് വരുന്നത് ആകുന്നു അല്ലെങ്കിൽ ആണ്.
വാസ് വേർ ആയിരുന്നു, ഡു ഡസ് ചെയ്യാറുണ്ട്, ഡിഡ് പറഞ്ഞാൽ ചെയ്തു, ഹാസ് ഹാവ് ഉണ്ട്, ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് ജസ്റ്റ് നോക്കിക്കേ. ഈ സെമാർ ആകുന്നു അല്ലെങ്കിൽ ആണ്, അവനാണ് അല്ലെ ഞാനാണ്, അവരാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ഈ സെമാർ വെച്ചിട്ട് പറയാം. ഇതിൻ്റെ എക്സാമ്പിൾ എല്ലാം തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. വാസ് വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു, പറയില്ല ഞാനൊരു ഡോക്ടറായിരുന്നു, ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാനൊരു ടീച്ചറായിരുന്നു, ഞാനൊരു ട്രെയിനറായിരുന്നു, അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള എക്സാമ്പിളൊക്കെ നമുക്ക് എന്ത് പറയാം, വാസ് വേർ വെച്ചിട്ട് പറയാം. ഇതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡു ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, നടക്കാറുണ്ട്, ഓടാറുണ്ട്, ചാടാറുണ്ട്, നീ പഠിക്കാറുണ്ടോ, എഴുതാറുണ്ടോ, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡു ഡസ് വെച്ചിട്ട് ചോദിക്കാൻ പറ്റും. ഡിഡ് പറഞ്ഞാൽ ചെയ്തു, ഞാൻ വന്നു അല്ലേ, ചെയ്തു കഴിഞ്ഞ കാര്യമല്ലേ, ഞാൻ വന്നു, ഞാൻ പഠിച്ചു, ഞാൻ സംസാരിച്ചു, ഞാൻ എഴുതി, നീ പഠിച്ചോ, നീ സംസാരിച്ചോ, നീ എഴുതിയോ, നിനക്ക് മനസ്സിലായോ, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ഡിഡ് വെച്ചിട്ട് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, ഡിഡ് വെച്ചിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഹാസ് ഹാവ് അർത്ഥം പറയുന്ന ഉണ്ട് എന്നാണ്. എനിക്ക് പേനയുണ്ട്, എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കൊരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെച്ച് പറയാൻ പറ്റും. ഓക്കെ. ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ഹാഡ് വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. ഓക്സിലിയറി വേർബ്സ് വേറെ പേരെന്താണ്, ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്കെ. എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ 24 എണ്ണം ഉണ്ട്. ഓക്കെ. ഏതൊക്കെയാണ്, ഓർഡിനറി ഓക്സിലിയറി, അതുപോലെ തന്നെ മോഡൽ ഓക്സിലിയറി. ഓക്കെ. ഇതിന് തന്നെ വീണ്ടും സെപ്പറേഷൻസ് ഉണ്ട്, അത് നമ്മൾ നോക്കുന്നില്ല. കാരണം നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കിംഗ് ഫ്ലുവൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ സെമി മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് വരുന്നുണ്ട്, അതൊന്നും നോക്കണ്ട. അത് മോഡൽ വേർബ്സിന് തന്നെ സെപ്പറേഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ, ഇതിൻ്റെ മീനിങ് മനസ്സിലായി. ഓക്കെ. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ഓർഡിനറി ഓക്സിലറീനെ തന്നെ കുറച്ചും കൂടി നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം, മിസ്റ്റേക്കുകളില്ലാതെ, തെറ്റുകളില്ലാതെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബി ഡു ഹാവ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 സെക്ഷനായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ. താങ്ക് യു. നമ്മളെ PDF നോട്ട് നമ്മുടെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ. താങ്ക് യു.